ഹായ്, ഷാനവാസ് ഇൻസ്പയർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈഗോയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി പ്രൊജക്ഷനാണ് ഈഗോ. ഈഗോ കൊണ്ട് നമുക്ക് ദോഷമല്ലാതെ ഒരിക്കലും നമ്മുടെ ശരീരത്തിനും മനസ്സിലും ഒരു ഗുണം ഒരു പെർസെൻറ്റേജ് പോലും ഇല്ല. ഈഗോ എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് മറ്റൊരാളുടെ മുമ്പിൽ ഞാൻ എന്ന ഭാവം, ഞാൻ അവരിൽ നിന്ന് ഞാൻ വലിയവനാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ ഈ ഞാൻ എന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഈഗോ ആയിട്ട് അവർ രൂപാന്തരപ്പെടുന്നത്. ഞാൻ അല്ലേ, മറ്റൊരാളിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് അല്ല, അവരോട് എന്തെങ്കിലും ദേഷ്യമോ ഉറപ്പോ ഉണ്ടെങ്കിൽ അത് അടിഞ്ഞുകൂടി ഞാൻ അവരെക്കാൾ വലിയവനാണ് എന്നൊരു തോന്നൽ അല്ലേ. പിന്നെ മറ്റുള്ള ചെറിയ ചെറിയ മത്സര ബുദ്ധിയോടുകൂടി കാണാതെ അതിൽ നിന്ന് ഞാൻ എന്നെക്കാൾ അവർ മറികടക്കാൻ പാടില്ല എന്നൊരു ഭയം, അതിലൊക്കെ രൂപപ്പെടുന്ന ഒരു ഇമോഷനാണ് ഭയം. ഈ ഭയമൊക്കെ നമ്മൾ ഉള്ളിൽ കയറിക്കണം. നമുക്ക് ഇത്തരം ഇമോഷൻസ്, ഈ ഈഗോ, ഭയം, ഇത് നമ്മൾ മനസ്സിൽ അടിഞ്ഞുകൂടിയാൽ നമുക്ക് തീർച്ചയായും ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന്, നമുക്ക് ജീവിതത്തിലേക്ക് ഒരു ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരമാർത്ഥമാണ്. ഈ ഈഗോ എന്ന സംഗതി, നമ്മളുടെ ആ ഒരു ഇമോഷൻസ് നമ്മൾ മനസ്സിൽ നിന്ന് നമ്മൾ വിട്ടുകൊടുക്കുക, നമ്മളിൽ നിന്ന് റിമൂവ് ചെയ്യുക, അതിനെ ഹീൽ ചെയ്യാൻ പറ്റുക നമുക്ക്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈഗോ കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ നമുക്ക് ഉണ്ടാവുക. നമുക്ക് ഒന്നിലേക്ക് ഒരു ഉത്സാഹം ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒന്നിലേക്കൊന്നൊരു ഉത്സാഹം ഉണ്ടാവില്ല, ഒന്നിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുപോലെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകാൻ ഒരിക്കലും കഴിയില്ല. ഓരോ നിമിഷത്തെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും കോമഡിയോ തമാശയോ പറഞ്ഞാൽ അത് നമുക്ക് ആസ്വദിച്ച് ചിരിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിൽ ഇത് അടിഞ്ഞുകൂടിയതിൻ്റെ ഈഗോയെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫോർഗീവ് ചെയ്ത് കൊടുക്കുക, വിട്ടുകൊടുക്കുക. നമുക്ക് കൂൾ മൈൻഡോട് കൂടി അതിനെ വിട്ടുകൊടുക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് ഫ്രീഡം ഉണ്ടാവും. മെൻ്റലി നമ്മൾ ഒരുപാട് ഫ്രീഡം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഹാപ്പിനെസ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈഗോ എന്ന ഒരു ഇമോഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഹീൽ ചെയ്യണം. അതിനെ നമ്മൾ ഒഴിവാക്കണം. മെല്ലെ മെല്ലെ നമ്മൾ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. എല്ലാവർക്കും അതിന് കഴിയട്ടെ ഞാനെന്ന് ആശംസിക്കുന്നു.